Hello my dear friends, a grand welcome. Myself Dr. Shabir Khan associating with the Harvest Institute to discuss yours today's NEET exam questions. നമ്മൾ ഇന്ന് ബോട്ടണി പാർട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നീറ്റ് 2021 N5 വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. N5. ഓക്കെ, N5 is describing. Right. നീറ്റ് 2021 നിന്ന് N5 വേർഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിലിമിനറിലി പറയട്ടെ, നീറ്റിൻ്റെ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ബോട്ടണി വളരെ സില്ലി ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള NCERT മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് കേരളൈറ്റ്സിന് ഫീൽ ചെയ്തൊരു ഡിഫിക്കൽട്ടി എന്തെന്ന് ചോദിച്ചാൽ, ബോട്ടണി ചാപ്റ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിരുന്ന ചാപ്റ്റേഴ്സിൽ ചില ക്വസ്റ്റ്യൻസ് ഈവൻ സുവോളജി പാർട്ടിലും വന്നു എന്നതാണ്. അത് ഡൽഹിയിലൊക്കെ സിലബസിനെ ഡിവൈഡ് ചെയ്തതിൻ്റെ രീതി അനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ സെൽ ദ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ബോട്ടണിയിലും വന്നിട്ടുണ്ട്, സുവോളജിയിലും വന്നിട്ടുണ്ട്. ചില ബയോടെക്നോളജി ക്വസ്റ്റ്യൻസും രണ്ടിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ സുവോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്കിന്ന് മീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നീറ്റ് 2021 N5 വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും എക്സാം വളരെ ഈസിലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും, ഇമോഷണൽ സ്റ്റെബിലിറ്റിയോടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് റിസൾട്ട് നല്ല ഗ്രാൻഡ് ആയിരിക്കട്ടെ. ഓൾ ദ വിഷസ് ഫ്രം അവർ സൈഡ്. The first question, that means the biology botany version, the first question, the question number 101 N5 version ഉണ്ടായിരുന്നത്, the plant hormone used to destroy weeds in a field is options NAA, 2,4-D, IBA and IAA. As you know, ഇത് 2,4-D ആണ് ആൻസർ എന്നറിയാം. 2,4-dichlorophenolactic acid. അതൊരു സിന്തറ്റിക് ഓക്സിൻ ആണ്, അതൊരു വീഡിസൈഡ് ആണ് അല്ലെങ്കിൽ ഹെർബിസൈഡ് ആണ്, യൂസ്ഡ് ടു കിൽ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് പഠിച്ചതാണ്. So option 2 is the right answer meant for question number 101. The second question, that means question number 102 from botany part, the factor that leads to founder effect in a population is. ഇതൊരു അത്യാവശ്യം നല്ലോണം പഠിച്ച കുട്ടീനെയും അല്ലാത്തൊരു കുട്ടീനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലുള്ളൂ. അതിലൊന്നാണ് ഓപ്ഷൻസ് ജനറ്റിക് റീകോമ്പിനേഷൻ, മ്യൂട്ടേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ എന്നതാണ്. ഒരു ബേസിക് സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകളെ ഒറിജിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫൗണ്ടർ ഇഫക്റ്റ് ഇവിടെ തന്നതിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. Option 3, genetic drift is the right answer. The next question, question number 103 from N5 version question paper. Plants follow different pathways in response to environment or phases of life to form different kinds of structures. Okay, this ability is called options flexibility, plasticity, maturity and again elasticity. ഏതാണ്? പ്ലാസ്റ്റിസിറ്റി ആണ്. എൻവിയോൺമെൻറ്റിൻ്റെ ചേഞ്ച് അനുസരിച്ചോ ലൈഫ് ഫേസ് ജുവനൈൽ മെച്യൂർ ഫേസ് അനുസരിച്ചോ സ്ട്രക്ചറൽ ചേഞ്ചുകൾ കാണിക്കാനുള്ള ആ എബിലിറ്റിൻ്റെ പേര് പ്ലാസ്റ്റിസിറ്റി എന്നാണ്. ദസ് ഓപ്ഷൻ 2 is the right answer. Okay, plasticity. Question number 104. Diadelphous stamens are found in options citrus, P, China rose and citrus, China rose. മോണോ അഡൽഫസ് സ്റ്റേമനിൻ്റെ എക്സാമ്പിളിലാണ് ചൈന റോസ് വരുള്ളൂ. നമ്മളോട് ചോദിച്ചത് ഡൈ അഡൽഫസ് സ്റ്റേമൻസ് ആണ്, അത് പി ആണ്. ഫെബേസി ഫാമിലിയിലെ പി പ്ലാന്റ്സിന് ഓഫ് ദ ടോട്ടൽ 10 stamens 9 filaments are fused together. അറൗണ്ട് 9നെ ബ്രാക്കറ്റിലിടും, +1 പുറത്തൊന്നും. അങ്ങനെ stamens are forming 2 bundles called the diadelphous stamens. ഓപ്ഷൻ പി എന്നതാണ് റൈറ്റ് ആൻസർ. ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ 2 ആണത്, പി എന്നത്. സിട്രസിന് പോളി അഡൽഫസ് ആണ്, മോർ ദാൻ 2 bundles ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 105. The site of perception of light in plants during photoperiodism is options stem, axillary bud, leaf and shoot apex. ഫോട്ടോപീരിയോഡിസമിൻ്റെ സമയത്ത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിനെയും ലൈറ്റിൻ്റെ ഡ്യൂറേഷനെയും സെൻസ് ചെയ്യുന്നത് ആര് എന്നതാണ് ക്വസ്റ്റ്യൻ. ലീഫാണ്. ലീവ്സ് ആണ് ലൈറ്റിൻ്റെ ഫോട്ടോ പീരിയോഡിനെ സെൻസ് ചെയ്ത് ഫ്ലവറിംഗ് ഹോർമോണായ ഫ്ലോറിജനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ലീഫ് ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്,
Question number 106. Which of the following is the correct sequence of steps in a PCR, polymerase chain reaction? നമുക്ക് by heart ആണ്. DNA denaturation, primer annealing, primer extension എന്നതാണ് correct order. അതിനിവിടെ തന്ന ഓപ്ഷൻസിൽ denaturation, annealing, extension എന്ന ഓപ്ഷൻ ഉണ്ട്. denaturation, annealing, extension. ഈ വേർഷനിൽ ഫോർത്ത് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. denaturation, annealing and extension. Okay, the next question, question number 107. Which of the following stages of meiosis involves division of centromere? Options: metaphase 2, anaphase 2, telophase 2, metaphase 1. Confusion illa. രണ്ട് അനാഫേസുകൾ വന്നിരുന്നെങ്കിലായിരുന്നു കൺഫ്യൂഷൻ. അനാഫേസ് 1-ൽ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവില്ല. ഹോമലോഗസ് ആയി പെയർഡ് ക്രോമസോംസിന്റെ സിനാപ്സിസിൽ പെയർ ചെയ്ത് നിൽക്കുന്നത് സെപ്പറേഷൻ ആയിരുന്നു നടക്കുക അനാഫേസ് 1-ൽ. അനാഫേസ് 2-ലാണ് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യാം. അതുകൊണ്ട് രണ്ട് അനാഫേസ് ഒന്നും തന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല. ഇവിടെ അനാഫേസ് 2 എന്നത് മാത്രമാണ് അനാഫേസിൽ നിന്നുള്ള ഓപ്ഷൻ. Thereby anaphase 2 is the right answer. Anaphase 2-ലാണ് due to spindle action centromeres split out. Okay, the next question, question number 108 in N5 version. A typical angiosperm embryo sac at maturity is. നമ്മൾ പലപ്പോഴും പറഞ്ഞു പഠിച്ചിട്ടുള്ളതാണ്. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമിന്റെ എംബ്രിയോ സാക്ക് അറ്റ് മെച്യൂരിറ്റിയിൽ 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് ആണെന്ന്. ഇവിടെ 7 ന്യൂക്ലിയേറ്റ് ആൻഡ് 8 സെൽഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതല്ല. 7 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതുമല്ല. 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 8 സെൽഡ്, അതുമല്ല. 8 nucleated and 7 celled is the right answer. Question number 109. The first stable product of carbon dioxide fixation in sorghum is. Sorghum എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് മെയ്സ് ആണ്. മണിച്ചോളം എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു ഹൈബ്രിഡ് മെയ്സ് ആണ്. അത് C4 പ്ലാന്റ് ആണ് എന്നത് മനസ്സിലോർക്കുക. ഓപ്ഷൻസ്: ഓക്സാലോ അസറ്റിക് ആസിഡ്, സക്സനിക് ആസിഡ്, phosphoglyceric acid and pyruvic acid. Right answer is oxaloacetic acid, OAA, a 4-carbon organic acid. That is the first stable product in C4 plants. Thus oxaloacetic acid is the right answer. The next question, question number 110. Which of the following are not secondary metabolites in plants? Options: amino acids, glucose, okay, vinblastin and curcumin, rubber and gums, morphine and codeine. ആരാണ് ഇതിൽ നോട്ട് എ സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ അമൈനോ ആസിഡ്സ് ആൻഡ് ഗ്ലൂക്കോസ് ആണ്. മോസ്റ്റ് അമൈനോ ആസിഡ്സും ജനറലി പ്രൈമറി മെറ്റബോളിസത്തിൻ്റെ റിസൾട്ട്സ് ആണ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് അല്ല. എക്സെപ്ഷൻ ഉണ്ട്, ചില റെയർ അമൈനോ ആസിഡ്സിനെ സെക്കൻഡറി മെറ്റബോളൈറ്റ് ആയി കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ഓപ്ഷൻസിനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ബാക്കി ഓപ്ഷൻസ് ഒക്കെ പക്ക സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. അതുകൊണ്ട് മോസ്റ്റ് അമൈനോ ആസിഡ്സ് യൂഷ്വലി സെക്കൻഡറി മെറ്റബോളൈറ്റ് അല്ല, ഗ്ലൂക്കോസും അല്ല. എന്നതുകൊണ്ട് നോട്ട് എ സെക്കൻഡറി മെറ്റബോളൈറ്റ് ഇൻ പ്ലാന്റ്സ് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറായി അമൈനോ ആസിഡ്സ് ആൻഡ് ഗ്ലൂക്കോസിനെയാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. റൈറ്റ്, ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് റൈറ്റ് ആൻസർ. Question number 111. Which of the following algae contains mannitol as a reserve food material? Option: Gracilaria, Volvox, Eukaryotes and Ectocarpus. As we know, mannitol or laminarin is the reserve food material in brown algae, the Phaeophyceae. Gracilaria ഒരു റെഡ് ആൽഗയാണ്, വോൾവോക്സും യൂലോത്രിക്സും ഗ്രീൻ ആൽഗകളാണ്. Ectocarpus is the right answer. തന്ന ഓപ്ഷനിൽ ബ്രൗൺ ആൽഗെ ഫിയോഫൈസി മെമ്പറായി എക്ടോകാർപ്പസ് മാത്രമേ ഉള്ളൂ. Okay, shall we move on to the next question? Question number 112. Yes. Which of the following is an incorrect statement? Yeah, of these 4 statements, 3 are correct and 1 alone is incorrect. We have to choose the incorrect statement. Listen to the statements. 1. Microbodies are present in both plants and animal cells. Exactly true. For example, ഒരു മൈക്രോബോഡിയായ പെറോക്സിസോം അനിമൽ സെൽസിലെ ലിവർ സെല്ലുകളിലുണ്ട്, പ്ലാന്റ്സിൻ്റെ ലീഫുകളിലുമുണ്ട് ഫോട്ടോ റെസ്പിറേഷന് വേണ്ടി. അതുകൊണ്ട് അത് ട്രൂ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്:
The perinuclear space forms a barrier between the materials present inside the nucleus and the cytoplasm. Exactly, perinuclear space or the nuclear membrane inde rendu membraneകളുടെ ഇടയിലുള്ള space ആണ് acting as a barrier in between the cytoplasm and nucleoplasm. Very true. Statement 3. Nuclear pores act as passages for proteins and RNA molecules in both directions between nucleus and cytoplasm. Exactly true. 4. Mature sieve tube elements possess a conspicuous nucleus. അവിടെ തന്നെ തെറ്റി. Mature sieve tube elements RBC നെ പോലെ enucleated at maturity ആണ്. So mature sieve tube elements possess a conspicuous nucleus and usual cytoplasmic organelles is the wrong statement. Though by the right answer. The answer meant for this question is option 4. Okay. Here comes the question number 113. DNA strands on a gel stained with ethidium bromide. Gel electrophoresis ne pattiyana. When viewed under UV radiation appear as bright orange bands, dark red bands, bright blue bands, yellow bands. We know ethidium bromide stain ചെയ്ത DNA bands നമ്മൾ കൊടുക്കുന്ന UV റേഡിയേഷനിൽ bright orange bands ആണ് തരിക. Bright orange bands is the right answer. Okay, ഈ വേർഷൻ ആയ N5 ൽ അത് ഓപ്ഷൻ 1 ആണ്. ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ് 114 ലുള്ളത്. ലെൻഡി സെൽസ്, കോർക്ക് കാമ്പിയം, സെക്കൻഡറി കോർട്ടെക്സ് ആൻഡ് കോർക്ക് എന്നൊരു സൈഡിലും ഫെലോജൻ, സ്യൂബറിൻ ഡെപ്പോസിഷൻ, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഫെലോഡേം എന്ന് മറു സൈഡിലുമുണ്ട്. മാച്ച് ചെയ്താൽ ലെൻഡി സെൽസ് ആർ മെൻ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. കോർക്ക് കാമ്പിയം ഈസ് ദ ഫെലോജൻ. Secondary cortex is the pheloderm. Cork is the ഒന്ന് ശ്രദ്ധിക്കൂ. Lendy cell meant for exchange of gases, no trouble. Cork cambium is the phelogen, fine. Secondary cortex is pheloderm, right? And cork is suberin deposition. അത് തന്നെ cork എന്ന് പറയുന്നത് phellum ആണ്. Phellum walls are coated with the suberin അല്ലേ? അപ്പോൾ അങ്ങനെയാണ് മാച്ച് വരിക. ഈ വേർഷൻ ആയ N5 ൽ അതിൻ്റെ ഓപ്ഷൻ 1 തന്നെയാണ് റൈറ്റ് മാച്ച് ആയി വന്നിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. ലെൻഡി സെൽസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, കോർക്ക് കാമ്പിയം ഫെലോജൻ, സെക്കൻഡറി കോർട്ടെക്സ് ഫെലോഡേം, കോർക്ക് സ്യൂബറിൻ ഡെപ്പോസിഷൻ. ഫൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 115. Which of the following algae produce carrageen? Carrageen. Brown algae, red algae, blue green algae and green algae. We know algin from brown algae and carrageen from red algae. So carrageen is obtained from red algae. Option 2 ആണ് ഈ വേർഷനിൽ red alga. 116. The amount of nutrients such as carbon, nitrogen, phosphorus and calcium present in the soil at any given time is referred to as. നമുക്ക് ഇക്കോസിസ്റ്റം ചാപ്റ്ററിലെ ന്യൂട്രിയൻ സൈക്ലിങ്ങിൻ്റെ ഭാഗത്ത് വന്നതാണ്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്, സ്റ്റാൻഡിംഗ് ക്രോപ്പ് ആൻഡ് ക്ലൈമാക്സ്. സ്റ്റാൻഡിംഗ് ക്രോപ്പുമായി കൺഫ്യൂസ്ഡ് ആവരുതല്ലോ അല്ലേ? സ്റ്റാൻഡിംഗ് ക്രോപ്പ് ഒരു ട്രോഫിക് ലെവലിൻ്റെ ബയോമാസിൻ്റെ എമൗണ്ട് ആണ്. സോ റൈറ്റ് ആൻസർ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് ആണ്. ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഓപ്ഷൻ 2 ആണ്. Again 117 ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, മെരിസ്റ്റം കൾച്ചർ, മൈക്രോ പ്രൊപ്പാഗേഷൻ എന്നൊരു സൈഡിലും ടോട്ടിപൊഡൻസി, ടൊമാറ്റോ, സോമാക്ലോൺ, വൈറസ് ഫ്രീ പ്ലാന്റ്സ് എന്ന മറു സൈഡിലുമുണ്ട്. സോ മാച്ച് ചെയ്യൂ. പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ടൊമാറ്റോ ആണ് മാച്ച് ആവുക. പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൻ്റെ പ്രിൻസിപ്പിൾ ഉണ്ട്, ടോട്ടിപൊഡൻസി ആണ്. Meristem culture is meant for virus-free plants, to produce virus-free plants from viral infected plants. And micropropagation will produce soma clones. So, അങ്ങനെയാണ് മാച്ച് വരിക. ഈ വേർഷൻ N5 ൽ അത് ഓപ്ഷൻ 1 തന്നെയാണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 118. സെൻട്രൽ ഡോഗ്മ ഓഫ് ലൈഫ് അതാണത്. സത്യത്തിൽ അത് സുവോളജിയിലാണ് കേട്ടത് നമ്മൾ, പക്ഷേ നമുക്കും പറയാവുന്നതാണ്. ABCD എന്നീ 4 ലെറ്റേഴ്സ് തന്നു വെച്ചിട്ടുണ്ട്. അതിനെ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുവാണ്. നമുക്കറിയാം DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ്സ്, അതിനെയാണ് ഇവിടെ A എന്ന് എഴുതിയത്. അത് DNA റെപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഓപ്ഷനിൽ റെപ്ലിക്കേഷൻ എന്ന് കാണും. DNA-യിൽ നിന്ന് മെസ്സഞ്ചർ RNA എന്ന
mRNA ഉണ്ടാകുന്ന പ്രോസസ്സിന് ഇവിടെ ബി എന്ന് എഴുതിയിട്ടുണ്ട്. അത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ? അടുത്തത് mRNAയിൽ നിന്ന് ഒരു പ്രോസസ്സിൻ്റെ പേരായി സിയും പ്രൊഡക്റ്റിൻ്റെ പേരായി ഡിയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രോസസ്സ് ട്രാൻസ്ലേഷൻ ആണ് സി, പ്രൊഡക്റ്റ് ഡി പ്രോട്ടീൻ ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ആക്കിയിട്ടുണ്ടത്. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ആൻഡ് പ്രോട്ടീൻ. N5 വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഓപ്ഷൻ 2 ആണ്. Here comes question number 119. During the purification process for recombinant DNA technology, addition of chilled ethanol precipitates out. DNA നെയാണ് precipitate ചെയ്യുക. ഹിസ്റ്റോണിനെ അല്ല, പോളിസാക്കറൈഡ്സിനെ അല്ല, RNA-കളെ അല്ല. ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെയൊക്കെ പ്രോട്ടിയേസസ് കൊണ്ട് റിമൂവ് ചെയ്ത്, പോളിസാക്കറൈഡ്സിനെയൊക്കെ അമൈലേസസ് കൊണ്ട് റിമൂവ് ചെയ്ത്, RNA-കളെയൊക്കെ RNAses കൊണ്ട് റിമൂവ് ചെയ്ത ശേഷമാണ് ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ആൻസർ ഈസ് ഡി. ഇവിടെ ഓപ്ഷൻ 1 തന്നെയാണ് DNA. ഓപ്ഷൻ DNA എന്നത് ഡി അല്ല, DNA. ഓപ്ഷൻ 1 ആണ് ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ക്വസ്റ്റ്യൻ നമ്പർ 120. Genera like Selaginella and Salvinia produce 2 kinds of spores. Such plants are known as ഓപ്ഷനിൽ heterosporous, homosporous, heterosaurus എന്ന വാക്കുണ്ട്, heterosporous എന്ന വാക്കുണ്ട്. ഓക്കെ, ഹോമോസോറസ്, ഹോമോസ്പോറസ് 4 വേർഡ്സ് ആണ്. ഒന്ന് ഹെറ്ററോസോറസ്, ഹോമോസ്പോറസ്, ഹെറ്ററോസ്പോറസ് ആൻഡ് ഹോമോസോറസ്. നമ്മൾ വെറുതെ കൺഫ്യൂസ് ചെയ്യുവാണ്. ഹെറ്ററോസ്പോറസ്, occurrence of 2 types of spores is heterosporous. Saurus അല്ല, sporus. ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 121. Gemmae are present in pteridophytes, some gymnosperms, some liverworts and mosses എന്നാണ് ഓപ്ഷൻ. ജെമ്മെ, ജെമ്മ കപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് മാർക്കാൻഷ്യനെയാണ്. അപ്പോൾ ആൻസർ ഏതാ? സം liverworts like markantia. So some liverwortsലാണ് ജെമ്മ ഉള്ളത്. ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. 122. The production of gametes by the parents, formation of zygotes, the F1 and F2 plants can be understood from a diagram called. നമ്മൾ സോളജിയിലാണ് അത് കേട്ടതെങ്കിലും നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗമീറ്റുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും ആ ഗമീറ്റുകളുടെ കോമ്പിനേഷൻ പ്രൊഡക്ട്സ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ അറിയുന്നതിന് വേണ്ടി ഒരു സ്ക്വയർ പിക്ചർ വരയ്ക്കാറുണ്ട്. ഗമീറ്റ് എയുമായി ഫ്യൂസ് ചെയ്താൽ എ ഉണ്ടാവുമെന്നും ഗമീറ്റ് ബിയുമായി ഫ്യൂസ് ചെയ്താൽ ബി ഉണ്ടാവുമെന്നും ഒക്കെ പറയുന്ന അതിനെ വിളിക്കുന്ന പേര് ഓപ്ഷൻസിൽ ആരൊക്കെയാണുള്ളതെന്നോ? പഞ്ച് സ്ക്വയർ, പിനെറ്റ് സ്ക്വയർ, നെറ്റ് സ്ക്വയർ ആൻഡ് ബുള്ളറ്റ് സ്ക്വയർ. പിനെറ്റ് സ്ക്വയർ ആണ് റൈറ്റ് ആൻസർ. ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് 2 ആണ്. പിനെറ്റ് സ്ക്വയർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. Question number 123. Which of the following is not an application of PCR, polymerase chain reaction? PCR-ന്റെ ആപ്ലിക്കേഷൻ അല്ലാത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. Options are here: gene amplification, purification of isolated protein, detection of gene mutation and molecular diagnosis. ഒബ്വിയസ്ലി മോളിക്കുലാർ ഡയഗ്നോസിസിൽ നമ്മൾ PCR യൂസ് ചെയ്യുന്നത് കോവിഡിൻ്റെ ടെസ്റ്റിൽ വരെ RT-PCR നമ്മൾ കേട്ടതാണ്. റൈറ്റ്? ഡിറ്റക്ഷൻ ഓഫ് ജീൻ മ്യൂട്ടേഷൻ, എക്സാക്ട്ലി. PCR എന്ന് പറയുന്നത് ഒരു ജീൻ ഡയഗ്നോസ്റ്റിക് പ്രോസസ്സാണ്, ഒരു ഡിസീസ് ഡയഗ്നോസ്റ്റിക് പ്രോസസ്സാണ്. ജീൻ ആംപ്ലിഫിക്കേഷനിലും യൂസ് ചെയ്യും, പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീനിലില്ല. ഓൾറൈറ്റ്, അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ 2 ആണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ PCR-ന്റെ ആപ്ലിക്കേഷൻ അല്ല. 124. Which of the following statement is not correct? Not correct ആണ്. Option 1. Pyramid of biomass in C is generally upright. 2. Pyramid of energy is always upright. Pyramid of number in a grassland ecosystem is upright. Pyramid of biomass in C is generally inverted. അപ്പോൾ ഏതാ റൈറ്റ് ആൻസർ? പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി ഈസ് ജനറലി അപ്രൈറ്റ്. നമ്മളോട് നോട്ട് കറക്റ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് നോട്ട് കറക്റ്റ്. കാരണം അക്വാട്ടിക് ഇക്കോസിസ്റ്റമിലെ ബയോമാസ് പിരമിഡ് ജനറലി ഇൻവേർട്ടഡ് ആണ്.
So pyramid of biomass in sea is generally upright എന്നുള്ളത് തെറ്റാണ്. Aquatic ecosystem in the biomass pyramid usually inverted ആണ്. Option 1 itself is the right answer in this question paper. Question number 125. The term used for transfer of pollen grains from anther of one plant to stigma of a different plant, which during pollination brings genetically different types of pollen grains to a stigma is പറയുന്നത് ഒരു പ്ലാന്റിന്റെ ഫ്ലവറിൽ ഉണ്ടായ പോളൻ ഗ്രെയിൻസ് വേറൊരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരെന്ത് എന്നാണ്. ഇതിന് പല പേരുകളുണ്ടല്ലേ. ഓപ്ഷനിൽ എന്താണുള്ളതെന്ന് നോക്കാം. ജീറ്റിനോഗാമി അല്ല, അതൊരേ പ്ലാന്റിലെ രണ്ട് ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷൻ ആണ്. ചാസ്മോഗ്യാമി, അത് ഓപ്പൺ ചെയ്യുന്ന ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ്, അല്ലാതെ പോളിനേഷൻ അല്ല. ക്ലീസ്റ്റോഗ്യാമി, അൺകവേർഡ് ഫ്ലവേഴ്സിന്റെ പേരാണ്, പോളിനേഷൻ അല്ല. സീനോഗമി is the right answer. Xenogamy, otherwise called allogamy or the cross pollination. ഇവിടെ തന്നതിൽ xenogamy ആണ് right answer. Okay dear friends, let us move on to the next question. Question number 126. Mutation in plant cells can be induced by options: infrared rays, gamma rays, zeatin and kinetin. We know a straight question again from the chapter strategies for the enhancement in food production. Mutation reading in plants il ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് gamma rays ആണ്. Option 2, gamma rays is the right answer. 127. Amensalism can be represented as amensalism. Plus, both the species are benefited. No. Minus, both the species are harmed. Adu competition ayipoyi. +0, adu commensalism ayipoyi. -0 is amensalism. So species A minus detrimental harmness ആണ്. Species B neutral zero effect ആണ്. അത് option 4 ആണ് ഇവിടെ. -0 is amensalism. Question number 128. When the centromere is situated in the middle of two equal arms of chromosomes, the chromosome is referred to as, okay, ഒരു ക്രോമസോമിന്റെ സെൻട്രോമിയർ കറക്റ്റ് നടുവിലാണെങ്കിൽ, രണ്ട് സൈഡിലേക്കുമുള്ള ആംസ് ഈക്വൽ ലെങ്തിലാണെങ്കിൽ അതിനെ എന്ത് പറയുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടീലോസെൻട്രിക്, സബ്മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക് ആൻഡ് മെറ്റാസെൻട്രിക്. Metacentric is the right answer. But option 4 ആണ് metacentric. Metacentric is the right answer. In the equation GPP minus R is equal to NPP, R represents, നമ്മളിത് ഇക്കോസിസ്റ്റമിൽ പഠിച്ചതാണ്. R എന്നത് റെസ്പിറേഷൻ ലോസസ് ആണ്. ലോസ് ഓഫ് റെസ്പിറേഷൻ ആണ്. ലോസ് ഡ്യൂറിങ് റെസ്പിറേഷൻ ആണ്. ഇവിടെ ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ 3 റെസ്പിറേഷൻ ലോസസ് എന്നതാണ് റൈറ്റ് ആൻസർ. അടുത്തൊരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. സെൽസ് വിത്ത് ആക്റ്റീവ് സെൽ ഡിവിഷൻ കപ്പാസിറ്റി, ഓപ്പോസിറ്റ് സൈഡിൽ അതിന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് കറക്റ്റ് മാച്ചായി തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, സെൽ വിത്ത് ആക്റ്റീവ് സെൽ ഡിവിഷൻ കപ്പാസിറ്റി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. ടിഷ്യൂ ഹാവിങ് ഓൾ സെൽ സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, ഹോമോജീനസ് ആയിട്ടുള്ളത് അത് സിമ്പിൾ ടിഷ്യൂസ് ആണ്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ലൈക്ക് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിയറൻ കൈമ. അപ്പം മാച്ച് ചെയ്യാൻ സിമ്പിൾ ടിഷ്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. ടിഷ്യൂ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്, കോംപ്ലക്സ് ടിഷ്യൂ ആണ്. ഇവിടെ കോംപ്ലക്സ് ടിഷ്യൂ എന്ന ഓപ്ഷൻ ഇല്ല. എക്സാമ്പിളായി വാസ്കുലാർ ടിഷ്യൂസ് എന്നുണ്ട്. സൈലവും ഫ്ലോയവും കോംപ്ലക്സ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉള്ളതാണ്. ഡെഡ് സെൽസ് വിത്ത് ഹൈലി തിക്കൻ വാൾസ് ആൻഡ് നാരോ ലുമൻ, അത് സ്ക്ലീറൻ കൈമേൻ്റെ ഒരു ഫോമായ സ്ക്ലെറീഡ്സ്, സ്ഫെറിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പുള്ള സ്ക്ലെറീഡ്സ് ഫീച്ചർ ആണ്. സ്ക്ലെറീഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നത് ആദ്യം വരണം, പിന്നെ സിമ്പിൾ ടിഷ്യൂ എന്ന് വരണം, പിന്നെ വാസ്കുലാർ ടിഷ്യൂ എന്ന് വരണം, പിന്നെ സ്ക്ലെറീഡ്സ് എന്നും. 131. When gene targeting involving gene amplification is attempted in an individual's tissue to treat disease, it is known as, ഡിസീസ് ട്രീറ്റ് ചെയ്യാനാണ് അത് ചെയ്തതെങ്കിൽ അതിൻ്റെ പേരെന്തായിരിക്കും? ജീൻ തെറാപ്പി, മോളിക്കുലാർ ഡയഗ്നോസിസ്, സേഫ്റ്റി ടെസ്റ്റിംഗ്, ബയോപൈറസി. അത് ടു ട്രീറ്റ് ഡിസീസ് എന്ന് തന്നതുകൊണ്ട് അത് ജീൻ തെറാപ്പിയാണ്. When gene targeting involving gene amplification is attempted in an individual's tissue to treat a disease is known as gene therapy. Okay, match the following question ആണ്. ക്രിസ്റ്റേ, തൈലക്കോയിഡ്സ്, സെൻട്രോമിയർ ആൻഡ് സിസ്റ്ററിനേക്കുള്ള മാച്ചുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രിസ്റ്റേ അത് ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺട്രിയ ആണ്.
Thylakoids, flattened membranous sacs and stroma of plastids ആണ്. Centromere, primary constriction in chromosome ആണ്. സിസ്റ്ററിനെ ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഇൻ ഗോൾജി അപ്പാരറ്റസും. അപ്പോൾ ഈ വേർഷനിൽ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സിസ്റ്റർ ക്രിസ്റ്റേ ദ ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺഡ്രിയ. തൈലക്കോയിഡ്സ്, flattened membranous sacs and stroma of plastids. Centromere, primary constriction in chromosome, and sisterine disc shaped sacs in Golgi apparatus. Here comes question number 133. In spite of interspecific competition in nature, which mechanism the competing species might have evolved for their survival? രണ്ടുപേരുടെയും സർവൈവലിന് എന്താ പറ്റുക? കോമ്പറ്റേറ്റീവ് റിലീസ് അതല്ലല്ലോ, അതൊരാളെ സപ്രസ് ചെയ്ത് നിർത്തലല്ലേ. മ്യൂച്വലിസം അതുമല്ലല്ലോ, അത് കോമ്പീറ്റിംഗ് മെമ്പേഴ്സ് അല്ലല്ലോ. പ്രിഡേഷൻ അല്ലല്ലോ. ആൻഡ് റിസോഴ്സ് പാർട്ടീഷനിങ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷനിൽ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വ്യൂ അനുസരിച്ച് കോമ്പീറ്റിംഗ് സ്പീഷീസുകൾ എലിമിനേറ്റ് ചെയ്യുകയല്ല, ദേ ട്രൈസ് ടു കോ എക്സിസ്റ്റ്. അതിനുള്ളൊരു ടെക്നിക്കാണ് റിസോഴ്സ് പാർട്ടീഷനിങ്. ഓപ്ഷൻ 4 is here, resource partitioning as the right answer. Question number 134. Which of the following plants is monoecious? Monoecious എന്ന് വെച്ചാൽ bisexual. Both the sexes present in the same plant. Options: Cara, Markantia polymorpha, Cycas circinata and Carica papaya. Carica papaya പപ്പായയാണ്. പപ്പായ യൂണിസെക്ഷൽ ആണ് അഥവാ ഡൈഷ്യസ് ആണ്. ആൺമരവും പെൺമരവും വേറെ വേറെയാണ്. സൈക്കാസ് ഒരു ജിംനോസ്പം ആണ്. ആൺമരവും പെൺമരവും വേറെ വേറെയാണ്. ഓക്കെ, മാർക്യാൻഷ്യ യൂണിസെക്ഷൽ ആണ്. മെയിൽ താലസിൽ ആന്തറിഡിയോഫോറും ആന്തറിഡിയകളുമുള്ള, ഫീമെയിൽ താലസിൽ ആർക്കിഗോണിയോഫോറും ആർക്കിഗോണിയകളുമാണ്. അതുമല്ല, കാര ഈസ് ദ റൈറ്റ് ആൻസർ. റീപ്രൊഡക്ഷൻ ഓർഗാനിസമിൽ പിക്ചർ ഉണ്ട്. അതിന് ആന്തറിഡിയം താഴെ ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറായും ഊഗോണിയം മുകളിലുമായി ഒരേ പ്ലാന്റിൽ തന്നെ ഉണ്ട്. സോ കാര ഈസ് ബൈസെക്ഷൽ ഓർ മോണീഷ്യസ്. സോ കാര ഈസ് ദ റൈറ്റ് ആൻസർ. ഹിയർ ഓപ്ഷൻ 1 ഈസ് കാര. മാച്ച് ദ ഫോളോവിംഗ് ആണ്. കൊഹിഷൻ, അഡ്ഹിഷൻ, സർഫസ് ടെൻഷൻ ആൻഡ് ഗട്ടേഷൻ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ നിന്നാണ്. കൊഹിഷൻ എന്താ? മ്യൂച്വൽ അട്രാക്ഷൻ എമംഗ് വാട്ടർ മോളിക്യൂൾസ്. അഡ്ഹിഷൻ എന്താ? അട്രാക്ഷൻ ടുവാർഡ്സ് പോളാർ സർഫസ് ലൈക്ക് ട്രക്കിയറി എലമെന്റ്സ് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവുക. സർഫസ് ടെൻഷൻ എന്താ? മോർ അട്രാക്ഷൻ ഇൻ ലിക്വിഡ് ഫേസ് ദാൻ ഗ്യാഷ്യസ് ഫേസ്, റൈറ്റ്. ഗട്ടേഷൻ ഈസ് ദ വാട്ടർ ലോസ് ഇൻ ലിക്വിഡ് ഫേസ്. യാ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനായി ഇവിടെ ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഇനി പാർട്ട് ബി ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബി ഓഫ് ബോട്ടണി ആണ്. അവിടെ ആകെയുള്ളത് 15 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ അതിൽ ഏതെങ്കിലും 10 ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്. ആ ഭാഗവും കമ്പയറബിൾ ഈസി തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 136 ഹിയർ. In some members of which of the following pairs of families pollen grains retain their viability for months after release? നമ്മൾ പഠിച്ചതനുസരിച്ച് റൈസ്, വീറ്റ് തുടങ്ങിയ പൊയേസി മെമ്പേഴ്സിന് 30 minutes ഓഫ് വയബിലിറ്റി ഉള്ളൂ. റോസേസി, ലെഗുമിനേസി പോലത്തെ ചെടികളിലാണ് നമുക്ക് ഫ്യൂ മന്ത്സ് ഓഫ് വയബിലിറ്റി കാണാം. അതുകൊണ്ട് സ്ട്രൈറ്റ് ആയി തന്നെ ഓപ്ഷനിലുണ്ട് റോസേസി, ലെഗുമിനേസി. പിന്നെ സൊളനേസിയാണ് NCERT-യിലുള്ളത്. റോസേസി, ലെഗുമിനേസി ആൻഡ് സൊളനേസി ആണുള്ളത്. ഇവിടെ പൊയേസി ആൻഡ് ലെഗുമിനേസി ഓപ്ഷൻ ഉണ്ട്. ട്രൂ അല്ല, ബിക്കോസ് പൊയേസിയിലുള്ളത് റൈസും വീറ്റും ഒക്കെയാണ്. അതിന് 30 minutes ഉള്ളൂ. ഓപ്ഷൻ 2 അഗൈൻ പൊയേസി ആൻഡ് സൊളനേസി ആണ്. അവിടെയും പൊയേസി വന്നതുകൊണ്ട് പറ്റില്ല. ഓപ്ഷൻ 4-ലും പൊയേസി ആൻഡ് റോസേസി ആണ്. അതിലെയും പൊയേസി പറ്റൂല. അപ്പോൾ റൈറ്റ് ആൻസർ റോസേസി, ലെഗുമിനേസി എന്നതാണ്. ഓപ്ഷൻ 3 ആണ് ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് അഗൈൻ ഒരു മാച്ച് ദ ഫോളോവിംഗ് ആണ്. S phase, G2 phase, ക്യുസെന്റ് സ്റ്റേജ് ആൻഡ് G1 phase. S ഫേസിൽ എന്ത് നടക്കുമെന്ന് ഇവിടെയുണ്ട്? DNA replication. G2 ഫേസിൽ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്. കറക്റ്റ് ആയി വരും. Quiescent center, inactive phase. G1 interval between mitosis അഥവാ M and initiation of DNA replication അഥവാ S. M-നും S-നും ഇടയിലുള്ളതാണ് G1. അപ്പോൾ അങ്ങനെ ഒരു മാച്ച് ആണ് കിട്ടുക. ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ 2 ആണ് അങ്ങനെ വരിക. ബയോടെക്നോളജിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ കേൾക്കാം 139 ആയിട്ട്. പ്ലാസ്മിഡ് PBr322 ഹാസ് PST1 restriction enzyme site within gene ampicillin resistance, AMPR, that confers to ampicillin resistance. If this enzyme is used for inserting a gene for beta galactosidase, beta galactoside production,
and the recombinant plasmid is inserted in E. coli strain. Options ശ്രദ്ധിച്ചു കേൾക്കണം. The transformed cell will have the ability to resist ampicillin as well as produce beta galactoside. No. Beta galactoside produce ചെയ്യും. പക്ഷെ അവർക്ക് ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ഇൻസേർഷനലി ഇനാക്റ്റീവ് ആകും. അപ്പോൾ ആ ഓപ്ഷൻ ശരിയല്ല. ഇറ്റ് വിൽ ലീഡ് ടു ലൈസിസ് ഓഫ് ഹോസ്റ്റ് സെൽ. അത് ഹോസ്റ്റ് സെല്ലിന്റെ ലൈസിസുമായി കണക്ട് ചെയ്ത കാര്യമല്ല, അത് പ്ലാസ്മിഡിൽ വരുന്ന ജനറ്റിക് ട്രാൻസ്ഫോർമേഷനെ പറ്റി പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് 2 അല്ല. It will be able to produce a novel protein with a dual ability. അതുമല്ല. ബീറ്റ ഗാലക്ടോസൈഡ് ക്യാരക്ടർ കിട്ടും, പക്ഷേ അതിൻ്റെ ആംപിസിലിൻ റെസിസ്റ്റൻസ് ലോസ് ആവും. Option 4, it will not be able to confer ampicillin resistance to the host cell. That is the right answer. Due to the insertion and inactivation, due to the insertion of beta galactoside gene within the stretch of ampicillin resistant gene, the ampicillin resistant gene gets insertionally inactivated. Thereby option 4, it will not be able to confer ampicillin resistance to the host cell എന്നതാണ് right answer വരിക. Question number 140. Identify the correct statement. RNA polymerase binds with Rho factor to terminate the process of transcription in bacteria. ശരിയാണ്. ഓക്കെ, സുവോളജിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ പഠിച്ചതെങ്കിലും നമുക്ക് അറിയാം അത്. 2. The coding strand in a transcription unit is copied to a mRNA. Alright, identify the correct statement ആയതുകൊണ്ട് the coding strand in a transcription unit is copied to an mRNA. No, it's not directly copied into the mRNA, but after result ആയിട്ടാണ് mRNA formation. Split gene arrangement is characteristic of prokaryotes. No, the eukaryotic feature. In capping methyl guanosine triphosphate is added to the 3' end of hnRNA. No, it is added to the 5' end. Capping is towards the 5' end. So thereby the correct statement meant for this question is option 1 only. Hello my dear ones, listen back to the question number 141. Again a match the following question is awaiting for you. Nitrococcus, Rhizobium, Thiobacillus and Nitrobacter എന്നൊരു സൈഡിലുണ്ട്. Nitrococcus ആരാ? Nitrococcus can conversion of ammonia to nitrite. NH3 NO3- ആക്കാനാണ് നൈട്രോസോമോണാസും നൈട്രോകോക്കസും ഉള്ളത്. റൈസോബിയം ഇവിടെ ഓപ്ഷനിൽ കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ടു അമോണിയ, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സിംഗ് ചെയ്യുന്ന ഒരു സിംബയോട്ടിക് ബാക്ടീരിയമാണല്ലോ റൈസോബിയം. Thiobacillus, denitrification. Thiobacillus and Pseudomonas. Nitrobacter, conversion of nitrite to nitrate. NO3- NO2- NO3- ആക്കൽ. അപ്പം അങ്ങനെ ഒരു മാച്ച് വേണം ചൂസ് ചെയ്യാൻ. ഈ വേർഷനിൽ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. Nitrococcus, conversion of ammonia to nitrite. Rhizobium, conversion of atmospheric nitrogen to ammonia. Thiobacillus, denitrification. Nitrobacter, conversion of nitrite to nitrate. Yes, that's it. ഈ വേർഷനിൽ ഓപ്ഷൻ 4 ആണ് അങ്ങനെ വരിക. Again match the following question ആണ്. ഫ്ലോറൽ ഫോർമുലകളാണുള്ളത്. ആദ്യം സൈഗോമോർഫിക് ബൈസെക്ഷൽ കാലിക്സ് 5 സെപ്പലസ് ഗാമോസെപ്പാലസ് കൊറോള പാപ്പിലോണിയേഷ്യസ് 1+2 ബ്രാക്കറ്റഡ് 2 ആൻഡ്രീഷ്യം ഡയാഡൽഫസ് 9+1 ഗൈനീഷ്യം 1 സുപ്പീരിയർ ഫെബേസി. Second B, actinomorphic bisexual calyx 5 sepals gamocephalus corolla 5 petals gamopetals with epipetalous 5 stamens gynecium bicarpillary superior. അവിടെ ഒരു ബ്രാക്കറ്റിന്റെ കുറവൊക്കെ ഉണ്ട്, സാറില്ല, അത് സോളനേസി. സിൻകാർപ്പസിന്റെ ബ്രാക്കറ്റ് അവിടെ തന്നില്ല. C, actinomorphic bisexual perianth 3+3 united together andrecium 3+3 epiphyllous nature gynecium tricarpillary syncarpus superior is liliaceae. D, actinomorphic bisexual K calyx 2+2 C corolla 4 andrecium tetradynamus 2+4. അവിടെ 2+4 2-4 എന്നൊക്കെ പ്രിന്റിൽ പ്രശ്നം വന്നിട്ടുണ്ട്, സാറില്ല, എന്നാലും അത് ബ്രാസിക്കേസിയാണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് മാച്ച് ആയിട്ട് വരിക. ഓക്കെ, അവിടെ ചില ടൈപ്പോഗ്രാഫിക് എറേഴ്സ് ഒക്കെ ഉണ്ട്, എന്നാലും നമുക്കത് അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 143. സെലക്ട് ദ കറക്റ്റ് പെയർ ആണ്. 1. In dicot leaves, vascular bundles are surrounded by large thick walled cells. Okay, അതിൻ്റെ പേര് conjunctive tissue ആണോ? അല്ല,
കൺജക്റ്റീവ് ടിഷ്യൂ ഉള്ളത് എവിടെയാണ്? റൂട്ടുകളുടെ xylem-ത്തിന്റെയും phloem-ത്തിന്റെയും ഇടയിലാണ്. അപ്പോൾ അത് റോങ് ആണ്. 2. Cells of medullary rays that form part of cambial ring is called intervesicular cambium. That is the right combination. By that itself is the right answer. Option 2 ആണ് right answer. 3 തെറ്റാണ്. എന്തുകൊണ്ട്? Loose parenchyma cells rupturing the epidermis and forming lens-shaped opening in bark. ലെൻറ്റിസെല്ലിനെ ഫോം ചെയ്യുന്ന സെല്ലുകൾ സ്പോഞ്ചി പാരൻകൈമ അല്ല, കോംപ്ലിമെന്ററി സെൽ എന്നാണ് പേര്. Large colorless empty cells in the epidermis of grass leaves ന്റെ പേര് subsidiary cell എന്നല്ല, bulliform cells എന്നാണ്. So 2 alone is the right answer. Intervesicular cambium ന്റെ കാര്യം. Question 144. In the exponential growth equation, nt is equal to n0 e raised to rt, where e represents, നമുക്കറിയാം e is the base of natural logarithm അല്ലേ, 2.7, right? The base of natural logarithms എന്ന option 2 ആണ് right answer. 145. Which of the following statement is incorrect? തെറ്റാ കണ്ടുപിടിക്കേണ്ടത്. Incorrect ആണ് കണ്ടുപിടിക്കേണ്ടത്. In electron transport system, electron transport chain etc, one molecule of NADH plus H plus give rise to 2 ATP molecule? No. 3 എന്നാണ് NCERT യിലുള്ളത്. And the 1 FADH to give rise to 3? No. 2 എന്നാണ് ഉള്ളത്. അപ്പോൾ അത് തന്നെയാണ് incorrect. അതാണ് ആൻസർ. ബാക്കിയൊക്കെ ശരിയാണ്. ATP synthesized through complex 5. Complex 5 is the F1 particle, the oxysome. ATP synthase or ATPase. Oxidation reduction reaction produces proton gradient. ETS ൽ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നത് റിഡക്ഷൻ, ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നത് ഓക്സിഡേഷൻ. അങ്ങനെ തന്നെയാണ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവുക. During aerobic respiration, role of oxygen is limited to the terminal stage called the terminal oxidation. അത് മൈറ്റോകോൺഡ്രിയന്റെ ഇന്നർ മെംബ്രെയിനിലെ 4th പ്രോട്ടീൻ കോംപ്ലക്സ് ആയ സൈറ്റോക്രോം C ഓക്സിഡേസ് മെയ്ഡ് ഓഫ് സൈറ്റോക്രോം A and A3 ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് 1 തന്നെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 146. Nowadays, it is possible to detect the mutated gene causing cancer by allowing radioactive probe to hybridize its complementary DNA in a clone of cells, followed by its detection using autoradiography. Chapter Biotechnology and its applications. Probe molecular diagnosis ന്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ് വരിക? 1. Mutated gene completely and clearly appears on photographic film? No. 2. Mutated gene does not appear on the photographic film as the probe has no complementarity with it. That is the right answer. Option 2. Mutated gene does not appear on photographic film as the probe has complementary with it? No. Complementary ഇല്ലാത്തതുകൊണ്ടാണ് photographic plate ൽ അത് കാണാത്തത്. Mutated gene partially appears on the photographic film? No. Right answer is mutated gene does not appear on a photographic film as the probe has no complementarity with it. Yes. Match the following again. പ്രോട്ടീനുമായി മാച്ച് ചെയ്യാൻ ഇവിടെ ആരാണ് ഉണ്ടാവുക? പെപ്റ്റൈഡ് ബോൺഡ്സ്, പോളിപെപ്റ്റൈഡ് ബോൺഡ്സ്, പ്രോട്ടീൻ. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് എന്താ ഉണ്ടാവുക? കാർബൺ ഡബിൾ ബോൺഡ്സ്. ന്യൂക്ലിക് ആസിഡ്സ് ആയ DNA-യിലും RNA-യിലും ഒക്കെ എന്താ ഉള്ളത്? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ആൻഡ് പോളിസാക്കറൈഡ്സിനോ ഗ്ലൈക്കോസിഡിക് ബോൺഡ്സ്. ഓപ്ഷൻ 3 ആണ് ഇവിടെ അങ്ങനെ വരിക. 3 is the right answer. Yes. 148. Which of the following statement is incorrect? Incorrect ആണ്. Stroma lamellae have PS1 only. ശരിയാണ്. And lack NADP reductase. ശരിയാണ്. 2. Grana lamellae അഥവാ thylakoid membrane have both PS1 and PS2. ശരിയാണ്. 3. Cyclic photophosphorylation involves both PS1 and PS2. തെറ്റാണ്. PS1 മാത്രമേ സൈക്ലിക്കിൽ ഉണ്ടൂ. Both ATP and NADPH are synthesized during non-cyclic photophosphorylation. Exactly true. 1, 2. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇൻകറക്റ്റ് ആണ്. ഇവിടെ തന്ന 3 ആണ് ഇൻകറക്റ്റ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ PS1 and PS2 ഇല്ല, PS1 മാത്രമേ ഉള്ളൂ. 149. ബോട്ടണിയുടെ അവസാനത്തിലേക്ക് എത്തുവാണ്. Which of the following statement is correct? Fusion of protoplasms between 2 motile or non-motile gametes is called plasmogamy. Exactly true. Biological classification ഫഞ്ചൈൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്ലാസ്മോഗമി. ട്രൂ ആണ്. അത് തന്നെയാണ് ആൻസർ. കറക്റ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്.
2. Organisms that depend on living plants are called the saprophyte. No, parasite എന്ന് വിളിക്കണം living plant depend ചെയ്യുമ്പോൾ. Some of the organisms can fix atmospheric nitrogen in specialized cells called the sheath cell. No, heterocyst എന്നാണ് പറയേണ്ടത്. Fusion of two cells is called the karyogamy. No, അത് plasmogamy ആണ്. Fusion of two nuclei ആണ് karyogamy. So 1 is the right answer. Plasmogamy is a fusion of protoplasms. Botany last question. What is the 150 question? What is the role of RNA polymerase 3 in the process of transcription in eukaryotes? നമ്മൾ ജനറ്റിക്സും ട്രാൻസ്ക്രിപ്ഷനും ഒക്കെ പഠിച്ച സുവോളജിൻ്റെ പാർട്ടിലാണ്. Transcribes tRNA, 5S rRNA and snRNA. അത് തന്നെയാണ് റൈറ്റ് ആൻസർ. അല്ലാതെ ട്രാൻസ്ക്രൈബ്സ് പ്രിക്കേഴ്സർ ഓഫ് mRNA അല്ല, ട്രാൻസ്ക്രൈബ്സ് ഓൺലി snRNA അല്ല, ട്രാൻസ്ക്രൈബ് rRNAs മാത്രമല്ല. Option 1 itself is the right answer. Transcribes tRNA, 5S rRNA and snRNA is the right answer. ബോട്ടണിയിലെ 150 ക്വസ്റ്റ്യൻസ് 150th ക്വസ്റ്റ്യൻ വരെ അഥവാ 50 ക്വസ്റ്റ്യൻ 101 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. പക്ഷേ സുവോളജിയിലെ ചില ക്വസ്റ്റ്യൻസും സുവോളജിൻ്റെ പാർട്ടിൽ വന്ന ചില ക്വസ്റ്റ്യൻസും ബോട്ടണി ആയതുകൊണ്ട് നമ്മൾ റാൻഡമായി അതുകൂടി പറയേണ്ടി വരുവാണ്. ഞാൻ പറഞ്ഞല്ലോ ചില സ്റ്റേറ്റുകളിലൊക്കെ ബോട്ടണി സുവോളജി ചാപ്റ്റേഴ്സിൻ്റെ ഡിവിഷനിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സുവോളജി പാർട്ടിൽ വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ N5 വേർഷനിൽ 151ാമത്തെ ക്വസ്റ്റ്യൻ. A specific recognition sequence identified by endonuclease to make cuts at specific positions within the DNAs. DNA കട്ട് ചെയ്യാൻ വേണ്ടി റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നൈസ് ചെയ്യുന്ന സ്പെസിഫിക് റീജിയനിൻ്റെ റെക്കഗ്നിഷൻ സീക്വൻസ് എങ്ങനെയുള്ളതാകും? ഒക്കാസാക്കി സീക്വൻസ് അല്ല, പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഈസ് ദ റൈറ്റ് ആൻസർ. അല്ലാതെ പോളി അഡിനിൻ ടെയിൽ സീക്വൻസ് അല്ല, ഡീജനറേറ്റിംഗ് പ്രൈമർ സീക്വൻസും അല്ല, പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഈസ് ദ റൈറ്റ് ആൻസർ. സുവോളജിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്, പക്ഷേ ടോപ്പിക് ബയോടെക്നോളജി ബോട്ടണിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി റാൻഡം ആയിട്ടാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ ബോട്ടണീൻ്റെ ക്വസ്റ്റ്യൻസ് സുവോളജിയിൽ അവിടെ ഇവിടെ വന്നതുകൊണ്ടാണ്. ഈ N5 വേർഷനിൽ 154th ക്വസ്റ്റ്യൻ ഉണ്ട്. Which of the following is not an objective of biofortification in crops എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. അത് സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിച്ചതാണ്. സോ ഓപ്ഷനിൽ ഇംപ്രൂവ് റെസിസ്റ്റൻസ് ടു ഡിസീസസ്, ഇംപ്രൂവ് വൈറ്റമിൻ കണ്ടന്റ്, ഇംപ്രൂവ് മൈക്രോന്യൂട്രിയൻ്റ് ആൻഡ് മിനറൽ കണ്ടന്റ്, ഇംപ്രൂവ് പ്രോട്ടീൻ കണ്ടന്റ്. പ്രോട്ടീൻ കണ്ടന്റ് ഇംപ്രൂവ് ചെയ്യൽ ബയോഫോർട്ടിഫിക്കേഷനിലാണ്. മൈക്രോന്യൂട്രിയൻ മിനറൽ കണ്ടന്റ് ഇംപ്രൂവ്മെൻറ്റും ഉണ്ട്, ഇംപ്രൂവ് വൈറ്റമിൻ കണ്ടന്റും ഉണ്ട്. അപ്പോൾ നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഏതാ? ഇംപ്രൂവ് റെസിസ്റ്റൻസ് ടു ഡിസീസസ് എന്നാണ്. പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റി ആണ് ബയോഫോർട്ടിഫിക്കേഷൻ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. പിന്നെ ബോട്ടണി ക്വസ്റ്റ്യൻ സുവോളജിൻ്റെ ഭാഗമായി വന്നത് N5 വേർഷനിൽ 162 ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ജീൻ ആംപ്ലിഫിക്കേഷൻ യൂസിംഗ് PCR, if very high temperature is not maintained in the beginning, then which of the following steps of PCR will be affected first? ആദ്യം ഡീനാച്ചുറേഷനെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുക. കാരണം ഡീനാച്ചുറേഷനിലാണ് ഹൈ ടെമ്പറേച്ചർ 94 to 98 ഡിഗ്രി വേണ്ടിയത്. എക്സ്റ്റൻഷനിനെ അല്ല, ലിഗേഷനിനെ അല്ല, അനീലിങ്ങിനെ അല്ല, ഡീനാച്ചുറേഷനാണ് അറ്റ് ഫസ്റ്റ് അഫക്റ്റ് ചെയ്യുക. ഇവിടെ ഓപ്ഷൻ 2 ആണത്. 163 ക്വസ്റ്റ്യനും ബോട്ടണിയാണ്. Which stage of meiotic prophase shows terminalization of chiasmata as its a distinctive feature? Zygote അല്ല, പാക്കറ്റീൻ അല്ല, ലെപ്റ്റോട്ടീനും അല്ല. ലെപ്റ്റോട്ടീനിൽ ക്രോമസോം ഫോം ചെയ്തിട്ടേ ഉള്ളൂ. സൈഗോട്ടിനിൽ പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോമായ സിനാപ്സിസ് ചെയ്യുള്ളൂ. പാക്കറ്റീനിൽ ക്രോസിംഗ് ഓവർ ഓർ റീകോമ്പിനേഷൻ ആണ്. ദർബായ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ ഡയാകൈനസിസ് ഫീച്ചർ ആണ്. ഓപ്ഷൻ 2 ഡയാകൈനസിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ബോട്ടണിൻ്റെ ക്വസ്റ്റ്യൻ സുവോളജിൻ്റെ ഭാഗമായി വന്നതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ N5 വേർഷനിൽ 169 ആണ്. With regard to insulin, choose the correct options. Biotech applicationil humulin productionil കേട്ടതാണ്. C peptide is not present in mature insulin. ശരിയാണ്. mature insulin എയും ബിയും ഉള്ളൂ, സി ഉണ്ടാവില്ല. അത് ശരിയാണ്. The insulin produced by rDNA technology has C peptide. Wrong. ഇൻസുലിനെ rDNA ടെക്നോളജി ഉപയോഗിച്ച് ഹ്യൂമുലിനെ ഒരു അമേരിക്കൻ കമ്പനിയായ എലൈ ലിലി പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൽ സി പെപ്റ്റൈഡ് ഉണ്ടാക്കിയിട്ടില്ല, പ്രോ ഇൻസുലിൻ ഫോം ചെയ്തിട്ടില്ല. അത് റോങ് ആണ്. ദ പ്രോ ഇൻസുലിൻ ഹാസ് സി പെപ്റ്റൈഡ്. ശരിയാണ്. പ്രോ ഇൻസുലിനിൽ A, C, B ഉണ്ടാവും.
A peptide and B peptide of insulin are interconnected by disulfide bridges. അതും ശരിയാണ്. പാകം തന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്ന് മാത്രം തെറ്റാണ്, ബി തെറ്റാണ്. എ, സി ആൻഡ് ഡി ഓൺലി ആർ ട്രൂ എന്നതാണ്. ചൂസ് കറക്റ്റ് ചോദിച്ചതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സുവോളജിൻ്റെ ഭാഗമായി വന്ന ബോട്ടണിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇനിയുമുണ്ട്. 176 ആണ് ക്വസ്റ്റ്യൻ. For effective treatment of the disease, early diagnosis and understanding its pathophysiology is very important. Which of the following molecular diagnostic techniques is very useful for early detection? മോളിക്കുലാർ ഡയഗ്നോസിസിൽ നമ്മൾ NCERT-യിൽ കേട്ടത് PCR-നെയും എലൈസ ടെസ്റ്റിനെയും പ്രോബുകളെയുമാണ്. സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്, എലൈസ ടെക്നിക്, ഹൈബ്രിഡൈസേഷൻ ടെക്നിക് ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ടെക്നിക് എന്നതുണ്ട്. സോ വി ക്യാൻ ഓപ്റ്റ് എലൈസ. The centriole, 177th question. The centriole undergoes duplication during cell cycle and cell divisionilആണ്. പ്രൊഫേസ് അല്ല, മെറ്റാഫേസ് അല്ല, G2 phase അല്ല, S phase ആണ് റൈറ്റ് ആൻസർ. S ഫേസിലാണ് സെൻട്രിയോളിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 180th ക്വസ്റ്റ്യനും സുവോളജിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൽ നിന്നാണ്. നമ്മളത് ബോട്ടണിയിൽ പഠിച്ചതാണ്. ഡോബ്സൺസ് യൂണിറ്റ് ആർ യൂസ്ഡ് ടു മെഷർ ദ തിക്നെസ് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ അല്ല, ട്രോപ്പോസ്ഫിയർ അല്ല, CFCs അല്ല, ഓസോൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ 2 ആണ് ഓസോൺ എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യനും കൂടി സുവോളജിൻ്റെ ഭാഗമായി നിന്നത് ബോട്ടണിയിൽ നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ കേട്ടതാണ്. അലൻസ് റൂൾ, ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ, ബിഹേവിയറൽ അഡാപ്റ്റേഷൻ, ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ എന്നതാണുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ബയോകെമിക്കൽ അഡാപ്റ്റേഷനെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മറൈൻ ഫിഷ് അറ്റ് ഡെപ്തിൻ്റെ കാര്യമാണ്. ഓക്കെ, ബിഹേവിയറൽ അഡാപ്റ്റേഷന് ഡെസേർട്ട് ലിസാർഡിൻ്റെ ബിഹേവിയറൽ അഡാപ്റ്റേഷനിലേക്ക് മാച്ച് ചെയ്യാം. ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷന് വേണ്ടി നമുക്ക് ലൈക്ക് വാട്ട് ടു സേ കങ്കാരു റാറ്റിൻ്റെ ഇന്റേണൽ ഫാറ്റ് മെറ്റബോളിസത്തിലേക്ക് ലീഡ് ചെയ്യാം. അലൻസ് റൂൾ ആക്ച്വലി ഇയേഴ്സും ലിംബും പോളാർ അനിമൽസിൻ്റെത് ചെറുതാകുന്ന കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ അടുത്തായിരുന്നു ലൈക്ക് പോളാർ സീൽസിൻ്റെ ബ്ലബറിൻ്റെ കാര്യം പറഞ്ഞേ. അതുകൊണ്ട് അതിനെയാണ് അവിടെ മാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അലൻസ് റൂളിലേക്ക് ഇവിടെ മാച്ച് ചെയ്യാൻ വേറെ ഒന്നും കിട്ടുന്നില്ല, പോളാർ സീലിൻ്റെ കാര്യമേ വരുന്നുള്ളൂ. ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനായി നമുക്ക് കങ്കാരു റാറ്റിൻ്റെ ഇന്റേണൽ ഫാറ്റ് മെറ്റബോളിസം കേൾക്കാം. ബിഹേവിയറൽ അഡാപ്റ്റേഷനായി ഡെസേർട്ട് ലിസാർഡ്സിൻ്റെ മൈഗ്രേറ്റിംഗ് ഇഫക്റ്റിനെ പറ്റി പറയാം. ബയോകെമിക്കൽ അഡാപ്റ്റേഷനായി മറൈൻ ഫിഷ് ഡെപ്ത്, ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് കെമിക്കൽ ഡിപ്പെൻഡൻസിനെ വെച്ച് പറയാം. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ഇവിടെ അങ്ങനെ ഒരു മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അത്രയാണ് നമുക്ക് ആകെ ബോട്ടണി ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇപ്പോൾ ബോട്ടണിയുടെ ഭാഗമായി നിന്നിരുന്ന ഒരു 50 ക്വസ്റ്റ്യൻസും സുവോളജിയിലെ ചില ക്വസ്റ്റ്യൻസും ബോട്ടണി ആയിരുന്നു. അപ്പോൾ ആകെ നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ, സുവോളജിനെക്കാട്ടി കൂടുതൽ ഇത്തവണ ബോട്ടണി ചോദിച്ചു എന്നും കഴിഞ്ഞ വർഷത്തേക്കാളും 2020-നേക്കാളും NEET 2020-നേക്കാളും ഈസിയർ ആയിരുന്നു നമ്മുടെ ഈ വർഷത്തെ 2021 NEET എന്നതും മനസ്സിലായി ബോട്ടണി കോണ്ടെക്സ്റ്റിൽ. ഇസ് ഇറ്റ്? സോ നിങ്ങളെല്ലാവരും നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് റിസൾട്ടിന് വേണ്ടി അവൈറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് ഫ്യൂച്ചർ. നോട്ട് ജസ്റ്റ് മെൻ ഫോർ ദീസ് അപ്കമിങ് റിസൾട്ട്സ് ആൻഡ് ദ അപ്കമിങ് പ്രൊഫഷൻ, ബട്ട് മെൻ ഫോർ ഹോൾ ദ ലൈഫ്. ആൻഡ് നല്ല അച്ചീവേഴ്സ് ആയിട്ട് ലൈഫ് ലോങ് നിലനിൽക്കട്ടെ. ഫുൾ ഹാർട്ട് ആയിട്ടുള്ള വിഷസ് ആൻഡ് പ്രയേഴ്സ് ഫ്രം the team of Harvest, right? Thank you so much for watching and listening me. I appreciate your time and your patience. Thank you.